ഓരോന്നിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ വിത്ത് റിട്ടേൺ ടൈപ്പ് വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ അല്ലേ, അത് ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ഏത് തരത്തിലുള്ള റിട്ടേൺ ടൈപ്സും ആവാം. അതിനുശേഷം ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു നെയിം പറയണം, പിന്നെ ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഇപ്പം നോക്കിക്ക് എഴുതുന്ന രീതി, ഇൻറ്റ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് ആണ് അല്ലേ, ഡാറ്റ ടൈപ്സ് ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത നെയിം എന്ന് പറയുന്ന സം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സം എന്ന് പറയുന്ന നെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആർഗ്യുമെന്റ് ലിസ്റ്റിനകത്തിൽ രണ്ട് പ്രോഗ്രാമിൽ ഞാൻ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാമിൽ വെറും ഇൻറ്റ് എന്ന് മാത്രം കൊടുത്തു, അതും ഒരെണ്ണം മാത്രം അല്ലേ. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ലിസ്റ്റ്, ഒരു വാല്യൂവിനെ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ നിന്നും ഫംഗ്ഷനകത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ എൻ്റെ പ്രോഗ്രാമിനകത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനകത്തിൽ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എൻ്റെ പ്രോഗ്രാമിനകത്തിലേക്ക്, അതായത് മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് എന്ത് തരുന്നുണ്ട്, ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട്. അവിടെ ഞാൻ വേരിയബിൾ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. ലാസ്റ്റ് സം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ് മാത്രമേ കൊടുത്തുള്ളൂ, വേരിയബിൾ നെയിം കൊടുത്തിട്ടില്ല. വേരിയബിൾ നെയിം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. വേരിയബിൾ നെയിം നമ്മൾ ലോക്കലി ഡിക്ലെയർ ചെയ്താലും മതി. ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ഡിക്ലറേഷൻ ആവും. നമ്മൾ ലോക്കലി ഡിക്ലെയർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തേതിനകത്ത് ഞാൻ ഗ്ലോബൽ ഡിക്ലറേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏത് തരത്തിലുള്ളതായിരിക്കും, ഒരു ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വേരിയബിൾസിനെ ഞാൻ, അല്ലെങ്കിൽ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വാല്യൂസ് ഞാൻ എൻ്റെ മെയിൻ പ്രോഗ്രാമിനകത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഓർഡറിൽ? ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന വാല്യൂ എയ്ക്കകത്തിലും സെക്കൻഡ് കൊടുക്കുന്ന വാല്യൂ ബിക്കകത്തിലും വന്ന് സ്റ്റോർ ചെയ്യും. ആ രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം റിട്ടേൺ ടൈപ്പും ആർഗ്യുമെന്റ് ലിസ്റ്റും ഉള്ളത് എഴുതുന്നത് എങ്ങനെയാണ്? ഡാറ്റ ടൈപ്സ് എഴുതണം. ഏത് ഡാറ്റ ടൈപ്സ് വേണേലും ആവാം അല്ലേ. ഡാറ്റ ടൈപ്സ്, ഫംഗ്ഷൻ്റെ നെയിം, അതിനുശേഷം എത്ര വാല്യൂസിനെ നമ്മൾ മെയിൻ പ്രോഗ്രാമിനകത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൾ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനകത്തിൽ നിന്ന് നമ്മുടെ കോൾഡ് ഫംഗ്ഷനകത്തിലേക്ക് കൊടുക്കുന്നുണ്ടോ അത്രയും ഡാറ്റ ടൈപ്സും എഴുതാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റും എഴുതാം. അതിന് വേരിയബിളിൻ്റെ നെയിമിൻ്റെ സപ്പോർട്ട് വേണമെന്നില്ല, സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എഴുതാം. ഇനി എത്ര വാല്യൂസിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റ് വഴി കൊടുക്കുകയും ചെയ്യാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ആണ്. റിട്ടേൺ ടൈപ്പ് അവിടെ ഉണ്ടാവും അല്ലേ. എത്ര റിട്ടേൺ ടൈപ്പ് വേണമെങ്കിലും ഉണ്ടാവാം, ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ഏത് റിട്ടേൺ ടൈപ്പ് വേണമെങ്കിലും ആവാം. പക്ഷേ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടാവത്തില്ല, പകരം ഫംഗ്ഷൻ്റെ സിമ്പിൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനർത്ഥം എന്താ, ഫംഗ്ഷനകത്തിലേക്ക് വാല്യൂസിനെ ഒന്നും മെയിൻ പ്രോഗ്രാമിൽ നിന്ന് കൊടുക്കുന്നില്ല. പക്ഷേ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷനകത്തിലേക്ക് കൊടുക്കുന്നു ഉണ്ട്. എക്സാമ്പിൾ ഇൻറ്റ് സം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. സം എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന വാല്യൂസിനെല്ലാം എവിടുന്ന് കണ്ടെത്തിക്കോണം? ആ ഫംഗ്ഷനകത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കോണം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. അവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, പക്ഷെ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ. റിട്ടേൺ ടൈപ്പ് ഇല്ല എങ്കിൽ അവിടെ എങ്ങനെ എഴുതാം? വോയിഡ് എന്ന് എഴുതാം. നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോഴും വോയിഡ് മെയിൻ എന്ന് എഴുതാറില്ലേ. എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ ഒന്നിനെ റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്, വോയിഡ് എന്ന് എഴുതാം. അതിനർത്ഥം എന്താണ്? ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എവിടുന്ന് വാല്യൂസിനെ ഇങ്ങോട്ട് സ്വീകരിക്കാം? നമ്മളെ വിളിച്ച ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷനകത്ത് നിന്ന് വാല്യൂസിനെ നമുക്ക് നമ്മുടെ ഫംഗ്ഷനകത്തിലേക്ക്, അതായത് സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്തിലേക്ക് വിളിക്കാം. അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്തെഴുതാം? വോയിഡ് എന്ന് എഴുതാം. ഫംഗ്ഷൻ നെയിം എഴുതണം. സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്തിലേക്ക് എത്ര വാല്യൂസിനെ പാസ് ചെയ്ത് വിടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആർഗ്യുമെന്റ് ലിസ്റ്റ് എഴുതി കൊടുക്കാം. മനസ്സിലായോ? നാലാമത്തേന്ന് പറയുന്നത് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ആണ്. എന്തൊക്കെ ചെയ്യുന്നില്ല? നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇല്ല, അതുകൊണ്ട് നമുക്ക് വോയിഡ് എന്ന് എഴുതാം. ആർഗ്യുമെന്റ് ലിസ്റ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെറും ഫംഗ്ഷന് മാത്രം, ഫംഗ്ഷൻ്റെ സിമ്പിൾ മാത്രം കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു വാല്യൂ കിട്ടുന്നുമില്ല, ഇവിടുന്ന് ഒരു വാല്യൂവിനെ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നുമില്ല. വാല്യൂവിനെ വേണമെങ്കിലും വാല്യൂവിനെ പ്രിന്റ് ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ ആരിൽ ചെയ്തോണം? ഫംഗ്ഷനകത്ത് നിന്ന് തന്നെ ചെയ്യണം. മെയിൻ പ്രോഗ്രാമിനെ കോൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ജോലി. ബാക്കി എല്ലാ പെർഫോമൻസും ഫംഗ്ഷൻ തന്നെ ചെയ്യണം. ഇനി അടുത്ത ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുന്നത്. അല്ലെങ്കിൽ
നമുക്ക് തിരിച്ചാണ് ശരിക്കും സംഭവിക്കുന്നത്. ആദ്യമേ ഡിഫൈൻ ചെയ്യുന്നു, ആ ഡിഫൈൻ ചെയ്ത് നമ്മൾ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇവിടെ എങ്ങനെയാണോ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ എഴുതിയ അതേ രീതിയിലായിരിക്കണം അവിടുത്തെയും ഫസ്റ്റ് ലൈൻ എഴുതാൻ എന്നുള്ളതാണ് അവിടുത്തെ മീനിങ്. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്. റിട്ടേൺ ടൈപ്പ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അല്ലേ? ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് നമ്മൾ മുമ്പ് ഡിക്ലെയർ ചെയ്ത ഭാഗത്ത് വിശദമായിട്ട് കണ്ടതാണ്, അല്ലേ? ഇവിടെയും അതുപോലെ തന്നെയാണ്. റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ടൈപ്പ് എഴുതണം, പിന്നെ ഫംഗ്ഷൻ്റെ നെയിം എഴുതണം, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് എഴുതണം, ഇല്ല എങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് എണ്ണണം. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മൾ സെമിക്കോളം കൊടുക്കത്തില്ല. കാരണം എന്താണ്? ഇതിൻ്റെ ബോഡി എഴുതാൻ പോവുകയാണ്, അല്ലേ? നമുക്കറിയാം ഫോർ ലൂപ്പ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ബോഡി എഴുതാൻ പോകുന്നത് കൊണ്ട് നമ്മൾ അവിടെ സെമിക്കോളം കൊടുക്കാതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ ഫംഗ്ഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അതിൻ്റെ ബോഡി എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെമിക്കോളം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സെമിക്കോളം മസ്റ്റായിട്ട് കൊടുക്കണം, അല്ലേ? അപ്പം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനായിട്ട് എന്തെങ്കിലും വേരിയബിൾസിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷനകത്തേക്ക് മാത്രമുള്ള എന്തെങ്കിലും വേരിയബിൾസ് വല്ലതും വേണമെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, സാധാരണ നമ്മൾ ഇൻഡെക്സ് ക്യാർ എ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് മെയിൻ പ്രോഗ്രാമിനകത്ത്. ആ സെയിം സ്റ്റെപ്പ് പോലെ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തണം. അത് എത്ര വേരിയബിൾ ഡിക്ലറേഷൻ വേണമെങ്കിൽ നമുക്കാവാം. അതിനുശേഷം എക്സിക്യൂഷൻസ്, എന്താണോ ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻസ്, അതിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ എക്സിക്യൂഷൻ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് വെറും റിട്ടേൺ എന്ന് മാത്രം നമുക്ക് എഴുതി കൊടുക്കുക. അതിനർത്ഥം വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിനെ പ്രത്യേകിച്ച് യൂസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സ്പ്രഷനാണ്. നമ്മൾ വാല്യൂവിനെ കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോൾ ചെയ്ത പ്രോഗ്രാമിനകത്തിൽ എത്തുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും നമ്മൾ അവിടെ നോക്കി വെച്ചിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമ്മൾ അതിനെ അവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ പ്രത്യേകിച്ച് റിട്ടേൺ ടൈപ്പ് വോയിഡോ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കറിയാം, നമ്മൾ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷനകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഡാറ്റ ടൈപ്സ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? അതൊരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ റിട്ടേൺ ചെയ്യും എന്നാണ്, അല്ലേ? ഇവിടെയും അതുപോലെ തന്നെയാണ്. റിട്ടേൺ ടൈപ്പ് ഇന്നതാണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നമുക്കറിയാം 4 രീതിയിലാണ് നമ്മൾ ഫംഗ്ഷനെ എഴുതി കൊടുക്കുന്നത്, അല്ലേ? ഏത് രീതിയിൽ എഴുതി കൊടുത്താലും അതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്ന സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. എന്നാൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്തൗട്ട് ആർഗ്യുമെന്റ്സും ആണ് എങ്കിൽ, നമുക്കറിയാം റിട്ടേൺ ടൈപ്പും ഇല്ല ആർഗ്യുമെന്റും ഇല്ല, അല്ലേ? റിട്ടേൺ ടൈപ്പ് ഇല്ല എങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ വോയിഡ് ആണ്, അല്ലേ? അതും അല്ല എങ്കിൽ നമുക്ക് അവിടെ വോയിഡ് എന്ന് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. വെറും ബ്ലാങ്ക് ആയിട്ട് അവിടെ സ്പേസ് കൊടുത്താൽ മതി. എന്നിട്ട് ആർഗ്യുമെന്റ്സ് ഇല്ല എങ്കിൽ അതിനർത്ഥം എന്താ? നമ്മുടെ ഫംഗ്ഷനകത്ത് ബ്രാക്കറ്റിനകത്തൊന്നും എഴുതത്തില്ല. അപ്പം വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റിൻ്റെയാണ് ഫസ്റ്റിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ. വോയിഡ് സം ഓഫ് എന്ന് മാത്രം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തെഴുതാം? വോയിഡ് എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട സം ഓഫ് എന്ന് മാത്രം എഴുതാം. അതിനർത്ഥം എന്താണ്? അവിടെ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ് ആണ്. വോയിഡ് തന്നെയാണ്, അല്ലേ? വോയിഡ് എഴുതാം, എഴുതാതിരിക്കാം. സം ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ നമ്മൾ ആർഗ്യുമെന്റ് ലിസ്റ്റിനകത്തിലേക്ക് അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിനകത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നും ഫംഗ്ഷനകത്തിലേക്ക് ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ വോയിഡ് ആയതുകൊണ്ട് ഞാൻ വോയിഡിനെ ഒഴിവാക്കിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സം ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ഇങ്ങോട്ട് വരുന്നു, അല്ലേ? അല്ലാതെ വോയിഡ് ഒഴിവാക്കിയത് കൊണ്ട് ഒരു എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു എന്നാണോ? അല്ല. മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് 2 ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫംഗ്ഷനകത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. മൂന്നാമത്തെ എക്സാമ്പിൾ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ് ആണ്. ഏത് റിട്ടേൺ ടൈപ്പാണോ നമ്മൾ യൂസ് ചെയ്തത്, ഇൻറ്റിജർ ആവാം ഫ്ലോട്ട് ആവാം, അല്ലേ? ഏത് റിട്ടേൺ ടൈപ്പാണോ ആ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷനെയും എത്ര ആർഗ്യുമെന്റ് ലിസ്റ്റിനെ കൊടുക്കുന്നു അത് ഏത് ഡാറ്റ ടൈപ്സ് ആണ് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ വിത്ത് റിട്ടേൺ ടൈപ്പിൻ്റെ വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ആണ്. റിട്ടേൺ ടൈപ്പ് ഉണ്ട് പക്ഷേ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഇല്ല. ക്ലിയർ ആയി കാണുമല്ലോ? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അതിന് 3 പാർട്സ് ആണുള്ളത്. ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കണം, അതെഴുതി
പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയുടെ ഏതോ ഒരു ഭാഗത്താണ് യൂസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും റീയൂസ് ചെയ്യാം. റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്താൽ മതി. നമുക്ക് എവിടെയാണോ ആവശ്യം, അതായത് ചിലപ്പോൾ മെയിൻ ഫംഗ്ഷനകത്തിലായിരിക്കാം, ചിലപ്പോൾ സം ഫംഗ്ഷനകത്തിലായിരിക്കും, എവിടെയാണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്ത് തന്നെ ആയിരിക്കും മറ്റൊരു ഫംഗ്ഷനെ ആവശ്യം, അല്ലേ? അപ്പോൾ എവിടെയാണോ നമുക്ക് ഫംഗ്ഷനെ ആവശ്യം അവിടെ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡിന് കറസ്പോണ്ടിങ് നമ്മൾ അതിനെ കോൾ ചെയ്യാം. കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു സാധനത്തിനെ നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് കോൾ ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കറിയാം, നമ്മുടെ സാധാരണ ഒരു പ്രോഗ്രാമിനകത്തിൽ ഒരു ഫംഗ്ഷനെ, ഒരു നെയിം, ഒരു വേരിയബിൾ നെയിം ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലേ? അത് ഒരു മെയിൻ പ്രോഗ്രാമിനകത്തില്ലെങ്കിൽ ഓരോ വേരിയബിളിനകത്തിലും. ഇനി നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിനകത്തിലൊക്കെ, അതായത് മെയിൻ പ്രോഗ്രാമിലായാലും സബ് ഫംഗ്ഷനകത്തിലായാലും എല്ലാം തന്നെ ഒരു വേരിയബിൾ നെയിം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൻ പ്രോഗ്രാമിൽ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അതിനകത്ത് വീണ്ടും ഒരു എക്സ് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അത് ഇൻറ്റിജർ ടൈപ്പ് ആയാൽ തന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്സ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഫംഗ്ഷനകത്ത് സെയിം ഫംഗ്ഷനെയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് റിട്ടേൺ ടൈപ്പ് ഉള്ള രീതിയിലും റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത രീതിയിൽ, അതായത് നമ്മൾ 4 രീതിയിൽ എഴുതി പഠിച്ചിട്ടുണ്ടല്ലേ, ആ 4 രീതിയിലും സെയിം നെയിം വെച്ചിട്ട് എനിക്ക് എഴുതി കൊടുക്കാം. നമ്മളിവിടുത്തെ എക്സാമ്പിൾ തന്നെ നോക്കിക്കേ, വേർഡ് സം ഓഫ്, വേർഡ് സം ഇൻറ്റ്, വേർഡ് സം ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റ് സം ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് സം ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 4 സാധനത്തിനെ എനിക്ക് ഒരൊറ്റ പ്രോഗ്രാമിൽ എഴുതാം, ഈ സം എന്ന് പറയുന്ന ഒരു നെയിം വെച്ചിട്ട് തന്നെ. കാരണം എന്താണ്, ഇതിനെ 4 രീതിയിലാണ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റിട്ടേൺ ടൈപ്പ് ഉള്ളത്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഒരെണ്ണം മാത്രം ഉള്ളത്, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഇല്ലാത്തത്, ആർഗ്യുമെന്റ് ലിസ്റ്റ് 2 എണ്ണം ഉള്ളത്, ആർഗ്യുമെന്റ് ലിസ്റ്റ് 4 എണ്ണം ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോന്നിനെയും സിസ്റ്റം എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഓരോരോ ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സെയിം ഫംഗ്ഷൻ നെയിം നമുക്ക് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ സെയിം ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്തുകൊണ്ട് ഒരേപോലെ, അതായത് 2 ഇൻറ്റിജർ വാല്യൂവിനെ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിട്ടേൺ ടൈപ്പ് ഇല്ല. നമുക്ക് എങ്ങനെ എഴുതാം, വോയിഡ് സം ഓഫ് ഇൻറ്റ് എന്ന് എഴുതാം. വീണ്ടും ഞാൻ വേർഡ് സം ഓഫ് ഇൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് കൺഫ്യൂഷൻ വരും, അല്ലേ? അപ്പോൾ ഒരേ രീതിയിലുള്ള ഒരു ഫംഗ്ഷന് മാത്രമേ പറ്റത്തുള്ളൂ, റെപ്പറ്റീഷൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു എക്സാമ്പിളോട് കൂടി അതിനെ ഡീപ്പായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ വിത്ത് റിട്ടേൺ ടൈപ്പ് വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു മെയിൻ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് std.h കൊടുത്തിട്ടുണ്ട്, conio.h കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബലി നമ്മുടെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്താണ്. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ട്. എത്ര ആർഗ്യുമെന്റ് ഉണ്ട്, 2 ആർഗ്യുമെന്റ്സ്, 2 പാരാമീറ്റേഴ്സിനെ, ആർഗ്യുമെന്റ്സ് മീൻസ് പാരാമീറ്റേഴ്സ്, 2 പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ 2 വാല്യൂസിനെ നമ്മുടെ ഈ മെയിൻ പ്രോഗ്രാം നമ്മുടെ ഫംഗ്ഷനകത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫംഗ്ഷൻ്റെ ബോഡി. ഇത് ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നതാണ് ഒരു വേരിയബിളിനകത്തേക്ക്. ഇത് സി എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ വാല്യൂവിനെ എങ്ങോട്ട് പാസ് ചെയ്യും, നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് വാല്യൂസിനെ പാസ് ചെയ്യും. പാസ് ചെയ്താൽ അതിനെ ഹോൾഡ് ചെയ്യാൻ ആൾ വേണ്ടേ, ആ ഹോൾഡ് ചെയ്യാനുള്ള ആളാണ് ഞാനിവിടെ സി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ ആളുണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 2 ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. 2 വാല്യൂസിനെ, 2 ഇൻറ്റിജർ ടൈപ്പ് വാല്യൂസിനെ ഞാൻ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫംഗ്ഷനകത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. വേരിയബിൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് കൊടുക്കാമായിരുന്നു, കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്സ് ആണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഗ്ലോബലി ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ സാധാരണ പോലെ എൻ്റെ മെയിൻ പ്രോഗ്രാമാണ്. മെയിൻ പ്രോഗ്രാമിൽ വന്നു, ഞാൻ ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ 20 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, എയും ബിയും സിയും. അതിൽ എക്കകത്തിലേക്കും ബിക്കകത്തിലേക്കും ഞാൻ വാല്യൂസിനെ സ്കാൻഎഫ് വഴി ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എയിലും ബിയിലും ഇസഡിലും വാല്യൂ ഉണ്ട്, സിക്കകത്ത് വാല്യൂ ഇല്ല. ഇസഡ് ഞാൻ ഓൾറെഡി ഇനിഷ്യൽ ചെയ്ത് വാല്യൂ കൊടുത്തു, എക്കകത്തിലും ബിക്കകത്തിലേക്ക് റൺ ടൈമിൽ ഞാൻ വാല്യൂസിനെ കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്ന വേരിയബിളിനകത്തിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാൻ പോകുന്നു. ഏത് വാല്യൂവിനെയാണ് അസൈൻ ചെയ്യേണ്ടത്, ആ സമയത്ത് ഞാനിവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. സിസ്റ്റം എന്ത് ചെയ്യും, ഇവിടെ വെച്ച് ഇത് ബ്രേക്ക് ആവും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഇവിടെ വെച്ച് ബ്രേക്ക് ആയിട്ട് ഇനി സമ്മ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അതിനെ
എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല, ഒപ്പം എന്തും കൂടെയാണ്, 2 ആർഗ്യുമെന്റ് ലിസ്റ്റ്, 2 ഇൻറ്റിജർ ടൈപ്പ് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉള്ള സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ മെമ്മറിയിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും ഇതിന് ലിങ്ക് പോകുന്നത്. അവിടെ ലിങ്ക് പോയി അവിടെ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും, സിക്കകത്തിലേക്ക് സ്റ്റോർ ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം സിക്കകത്തിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യണം. എങ്ങനെ? ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്യണം. ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നേരെ എങ്ങോട്ട് പോകണം? ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം ബ്രേക്ക് ആയിക്കൊണ്ട് നേരെ ഫംഗ്ഷൻ എങ്ങോട്ട് വരും? ഇതിൻ്റെ ബോഡി, ഫംഗ്ഷൻ്റെ ബോഡി എവിടെയാണോ എഴുതിയിട്ടിരിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ലിങ്ക് വരുന്നത്. നോക്കിയേ, ഒരു ഇൻ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ എവിടെയും കൊടുത്തിരുന്നത്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിമാണ്. ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾസ് ആണ്. ഇവിടെ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് കൊടുത്തെന്നും പറഞ്ഞ് ഇവിടെ എയും ബിയും തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും 2 ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾസ് കൊടുത്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സെമിക്കോളൻ യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ബോഡിയോ ഇതിനെ കോൾ ചെയ്യുന്ന ഒന്നും ഇവിടെ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സെമിക്കോളൻ യൂസ് ചെയ്തത്. എന്നാൽ ഇതെന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ആണ് അല്ലേ, ഈ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യുന്നില്ല. ഇനി ഈ ബോഡിക്കകത്തിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്? ഞാനിവിടെ പുതിയൊരു വേരിയബിൾ, ഒരു ലോക്കൽ വേരിയബിൾ കൊടുത്തു. എന്താണ് ലോക്കൽ വേരിയബിൾ? പി എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ. അതായത് ഈ ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ളൊരു വേരിയബിളാണ്. ഇതിനെ വേറെ എങ്ങും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ വേരിയബിൾ കൊടുത്തു, പി എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ. ആ പിക്കകത്തിലേക്ക് എയുടെയും ബിയുടെയും വാല്യൂ, ഈ എയും ബി എവിടുന്ന് കിട്ടി? ഇവിടെ ഞാൻ വാല്യൂവിനെ സ്കാൻ ചെയ്തു. എയ്ക്കകത്തിലേക്ക് ഒരു വാല്യൂവിനെ കൊടുത്തു, ബിക്കകത്തിലേക്ക് മറ്റൊരു വാല്യൂവിനെ ഞാൻ കൊടുത്തായിരുന്നു അല്ലേ, സ്കാൻ എഫ് വഴി കൊടുത്തു. ഈ 2 വാല്യൂസിനെയും അതേ ഓർഡറിൽ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എയുടെ വാല്യൂ ഇവിടെയും ബിയുടെ വാല്യൂ ഇവിടെയും, ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞല്ല പാസ് ചെയ്യുന്നത്, പകരം ഇവിടെ എന്ത് വാല്യൂ ആണോ അതാണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം ആദ്യം പാസ് ചെയ്ത വാല്യൂ ഇവിടത്തേക്കും രണ്ടാമത് പാസ് ചെയ്ത വാല്യൂ ഇവിടത്തേക്കുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇൻറ്റ് എയ്ക്കകത്തിൽ എന്ത് വാല്യൂ വന്നു? ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ, അതായത് ഇവിടുന്ന് ആദ്യമേ ഏത് വാല്യൂ ആണോ പാസ് ചെയ്തിരിക്കുന്നത് ആ വാല്യൂവിന് ഇവിടെ വരും. ഇവിടുന്ന് രണ്ടാമത് പാസ് ചെയ്ത വാല്യൂ ഇവിടെയും സ്റ്റോർ ചെയ്യും. അപ്പം എയ്ക്കും ബിക്കും വാല്യൂ ഉണ്ടല്ലോ. അപ്പം ഇവിടെ നമ്മൾ ഈ എയും ബിയും ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് കാരണം നമുക്ക് പ്രോഗ്രാമിനകത്ത് ലോക്കലി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പി എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഗ്ലോബലി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിയെ കൊണ്ടുവന്ന് ലോക്കൽ ഡിക്ലറേഷൻ നടത്തിയത്. പി ഈക്വൽ ടു ഈ എയ്ക്കകത്തിലെ വാല്യൂ ഈ ബിക്കകത്തിലെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് പിക്കകത്ത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, റിട്ടേൺ ടൈപ്പ് ഉള്ളത് കാരണം ഇങ്ങോട്ട്, അതായത് മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് അത് റിട്ടേൺ ചെയ്ത് വരും. അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആളിനെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലേ, സി എന്ന് പറയുന്ന വേരിയബിളിൽ. അപ്പം ആ സിക്കകത്തിലേക്ക് ഇവിടുന്ന് റിട്ടേൺ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയുടെ വാല്യൂ സിക്കകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പിയുടെ വാല്യൂ ഇവിടെ നിന്ന് ഈ ഫംഗ്ഷനകത്ത് നിന്ന് റിട്ടേൺ ചെയ്ത് മെയിൻ പ്രോഗ്രാമിനകത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? നമ്മൾ ഇവിടെ വെച്ചാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ, സി ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ എങ്ങോട്ട് വരും? സിക്കകത്തിലേക്ക് അസൈൻ ചെയ്യും. പിക്കകത്തിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് മതി? നമുക്ക് സിക്കകത്തിലെ വാല്യൂ ഉണ്ടെങ്കിൽ ആ സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്താൽ മതി അല്ലേ. ഞാനിവിടെ വെറുതെ ഒരു ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തായിരുന്നു. അത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ലോക്കൽ വേരിയബിളാണ്, സി എന്ന് പറയുന്നതും ലോക്കൽ വേരിയബിളാണ്. പക്ഷേ അത് ഏതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യുന്ന പി എന്ന് പറയുന്ന വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ 2 വേരിയബിളും കൂടെ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചു. അപ്പം നമുക്ക് റിട്ടേൺ ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റും ഉണ്ടെങ്കിൽ. റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യാൻ ഒരാളെ കരുതി വെക്കണം. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. പാസ് ചെയ്യുന്ന ഡേറ്റാസിനെ നമുക്ക് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുപോലെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ ഒരാളും ഉണ്ട്. അപ്പോൾ റിട്ടേണും ചെയ്യുന്നുണ്ട്, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ സെയിം പ്രോഗ്രാമിനെ ഞാൻ അടുത്ത മെത്തേഡിലേക്ക് എഴുതിയിരിക്കുകയാണ്. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മുടെ പ്രോഗ്രാമിനകത്തിൽ ഉണ്ടാവത്തില്ല, ഇതുണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതില്ല എങ്കിൽ ഇങ്ങനെ വാല്യൂവിനെ പാസ് ചെയ്യാൻ പറ്റുമോ? വാല്യൂവിനെ പാസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ, വാല്യൂ അവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വാല്യൂവിനെ എവിടെ സ്വീകരിക്കണം? ആ സെയിം ഫംഗ്ഷനകത്ത് സ്വീകരിക്കണം. അല്ലാതെ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്കാൻഎഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തിലേക്ക് കൊണ്ടുവന്ന് പാസ് ചെയ്യണം. നോക്കിക്കേ, പ്രോഗ്രാം ഇൻറ്റ് സം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഒന്നുമില്ല. നമുക്ക് വേണ്ടത് ഞാൻ മുമ്പത്തെ പോലെ ഒരു ഡമ്മി വേരിയബിൾ, ഒരു സെറ്റ് എന്ന് പറയുന്ന വേരിയബിൾ, അത് ജസ്റ്റ് ലോക്കൽ വേരിയബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനൊരു വാല്യൂവിനെയും കൊടുത്തു. സി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന രണ്ടാമതൊരു വേരിയബിളും കൂടെ ഞാൻ കൊടുത്തു. സി ഈക്വൽ ടു സം ഓഫ്, കാരണം
സിക്കകത്തിലേക്ക് സമ്മിനകത്തിലെ വാല്യൂ അല്ലെങ്കിൽ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ സിക്കകത്ത് സ്റ്റോർ ചെയ്യണം. നമുക്കറിയാം റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ പാസ് ചെയ്യും, റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്തിൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന് പാസ് ചെയ്ത് വരുന്ന വാല്യൂസ്, ഇവിടുന്ന് വരുന്ന വാല്യൂസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സി എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ യൂസ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് അതിനെ പ്രിന്റ് ചെയ്തതേ ഉള്ളൂ, കാരണം ഇവിടെ ഇസഡിനെ സി അങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. എനിക്ക് വാല്യൂസിനെ എവിടെ നിന്ന് കിട്ടും? ഇതോടുകൂടി നമ്മൾ പ്രോഗ്രാം കഴിയുകയാണ്. നമ്മുടെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ്, ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ സിസ്റ്റം എങ്ങോട്ട് വരും? ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുകയും നേരെ സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്തിലേക്ക് വരികയും ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ലോക്കലി ഞാൻ 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. പി ക്യു ആർ എന്ന് പറയുന്ന 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസിനെ ഞാൻ സ്കാനഫ് വഴി ആക്സസ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു വാല്യൂസ് ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ പിന്നെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള വാല്യൂസിനെയൊക്കെ എവിടെ കാണണം? നമ്മൾ നമ്മുടെ ലോക്കൽ ഫംഗ്ഷനകത്തിൽ തന്നെ, അല്ലെങ്കിൽ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ വാല്യൂസിനെല്ലാം ആക്സസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ പിയെയും ക്യൂയെയും ആക്സസ് ചെയ്തു. ആറിനകത്തിലേക്ക് ഈ പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഈ എക്സിക്യൂഷൻ പൂർത്തിയാക്കി ആറിനകത്ത് സ്റ്റോർ ചെയ്തു. എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, റിട്ടേൺ ചെയ്താൽ സിക്കകത്ത് ഹോൾഡ് ചെയ്യണമെന്ന് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആറിനകത്തിലെ വാല്യൂവിനെ നമ്മൾ റിട്ടേൺ ചെയ്തു. ആറിനകത്തിലെ വാല്യൂ ഇവിടെ വരും, സിക്കകത്തിലേക്ക് വരും. ഇനി സിക്കകത്തിലും വാല്യൂ ആയി, ഇസഡിനകത്തിലും വാല്യൂ ആയി. സിയെ ഇസഡിനെ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു. വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്ത് ആർഗ്യുമെന്റ്സും. റിട്ടേൺ ടൈപ്പ് ഇല്ല, എന്നാൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കറിയാം പ്രോഗ്രാമിൽ എത്ര ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടാവണോ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാല്യൂവിനെ പാസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ 2 വാല്യൂവിനെ പാസ് ചെയ്യാം അല്ലേ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ വാല്യൂസിനെ പാസ് ചെയ്യുന്നത്. ഇപ്പം സമ്മ് കാണാനാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂവിനെ, കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഞാൻ അങ്ങനെയാണ് പാസ് ചെയ്തത്, 2 വാല്യൂവിനെയും പാസ് ചെയ്തു. എന്നാൽ ഇവിടെ ഞാൻ ഒരേ ഒരു വാല്യൂവിനെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഒരു വാല്യൂവിനെ ആയാലും 2 വാല്യൂവിനെ ആയാലും പാസ് ചെയ്യാം. അപ്പം ഞാൻ സി എന്ന് പറയുന്ന ഒരേ ഒരു വാല്യൂ, ഈ വേരിയബിളിനകത്തേക്ക് മാത്രമേ ഞാൻ വാല്യൂവിനെ പാസ് ചെയ്യുന്നുള്ളൂ. ഈ മെയിൻ പ്രോഗ്രാമിനകത്തിൽ ഞാൻ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്തു. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ എക്സിനകത്തിലേക്ക് വാല്യൂസിനെ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വാല്യൂവിനെ ഒന്ന് റിട്ടേൺ ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ മാത്രമേ കോൾ ചെയ്തിട്ടുള്ളൂ. ഏത് വെച്ച് ഈ എക്സിൻ്റെ വാല്യൂ ഇങ്ങോട്ട് ആക്സസ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പം സമ്മിനകത്തിലേക്ക് ഇവിടെ ഞാൻ എന്താണോ എക്സിന് വാല്യൂ കൊടുത്തത് ആ വാല്യൂമായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ ഇന്ത്യൻ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പം ഇവിടുന്ന് നേരെ എക്സിൻ്റെ വാല്യൂമായിട്ട് ഇങ്ങോട്ട് വരും. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അല്ല, എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ വരുന്നത്. ദെൻ അതെങ്ങോട്ട് വരും? ഇവിടുത്തെ വേരിയബിളായ സിക്കകത്തിലേക്ക് ഇവിടുന്ന് വരുന്ന വാല്യൂവിനെ സി സ്വീകരിക്കും. അപ്പം എക്സ് എന്ന് പറയുന്നതും സി എന്ന് പറയുന്ന വേരിയബിൾസ് അല്ല, പകരം എന്താണ് ഇവിടുന്ന് വരുന്ന വാല്യൂ ആയിരിക്കും ഇനി ഇവിടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റ് എ ബി, 2 വേരിയബിൾസിനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ എന്താണ് സമ്മ് കാണാൻ പോവാണ്. സമ്മ് കാണണമെങ്കിൽ നമുക്കറിയാം 3 വേരിയബിൾസ് ഒക്കെ മസ്റ്റായിട്ട് വേണം അല്ലേ. അപ്പം ഇവിടെ ഒരേ ഒരു വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്മ് കാണാൻ പറ്റുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാല്യൂവിനെയും കൂടെ ആക്സസ് ചെയ്തു. എയ്ക്കകത്തിലേക്ക് വാല്യൂവിനെ ആക്സസ് ചെയ്തു. ബി ഈക്വൽ ടു എ പ്ലസ് സി എന്ന് പറയുന്ന കാൽക്കുലേഷൻ ചെയ്തു. സിക്കകത്ത് വാല്യൂ ഉണ്ട്, എയ്ക്കകത്ത് ഞാൻ ഇവിടുന്ന് ആക്സസ് ചെയ്ത വാല്യൂ ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ബിക്കകത്തിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തു. ഇനി നോക്കിക്കേ, പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വാല്യൂസ് ഒന്നും ഇല്ല അല്ലേ. അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂവിനെ കാണണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇത് പ്രിന്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ പ്രിന്റ് ഓഫ് ബിയെ പ്രിന്റ് ചെയ്തു. ദെൻ നമുക്ക് ഈ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നമുക്ക് നേരെ ഇവിടെ വരാം. ഗെറ്റ് സേജ് പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഇതാണ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റും. അപ്പം അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്തൗട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റും ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസിനൊന്നും നമ്മൾ പ്രോഗ്രാമിനകത്തിൽ നിന്ന് ഫംഗ്ഷനകത്തിലേക്ക് കൊടുക്കുന്നുമില്ല, അതേപോലെ തന്നെ ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസിനൊന്നും നമ്മുടെ പ്രോഗ്രാമിനകത്തിലേക്കും കിട്ടുന്നില്ല. രണ്ടും വിത്തൗട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെയിം പ്രോഗ്രാമിൻ്റെ കേസിൽ വാല്യൂസിനൊന്നും ഇവിടെ ആക്സസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സ്കാൻ എഫ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പ്രിന്റ് എഫ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഫംഗ്ഷനെ മാത്രം കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. ഇവിടെ ഞാൻ 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ 2 വേരിയബിൾസിനെ വാല്യൂസിനെ ആക്സസ് ചെയ്ത് കൊടുത്തു. മൂന്നാമത്തെ വേരിയബിളിനകത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്തു. ഇവിടെ അങ്ങോട്ട് റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ
പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. നേരെ ഗെറ്റ് CH അതിലേക്ക് പോയി ക്ലോസ് ചെയ്തു.